നമ്മളെല്ലാവരും കൂടെ പറമ്പത്തുകാവ് വേല കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. ഒരു 5 മണിയോട് കൂടിയിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ എത്തുമ്പോഴേക്കും ബ്ലോക്കൊക്കെ ആവുമോ എന്നുള്ള നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ഉച്ചയ്ക്ക് പോകണമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ നട്ടപ്പുറ വെയിൽ കാരണം ഈ കുട്ടികളെ കൂട്ടിയിട്ട് പോകുന്നത് റിസ്ക് ആണെന്ന് വിചാരിച്ചിട്ട് നമ്മളൊരു 5 മണിക്ക് ഉണ്ടായിരുന്നു ഇറങ്ങിയപ്പോൾ. പക്ഷേ വലിയ ബ്ലോക്കിലൊന്നും പെടാണ്ട് അങ്ങോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത്തിരി ബ്ലോക്കിലൊക്കെ പെട്ടിട്ടുണ്ടായിരുന്നു. അവിടെ എത്തിയിട്ട് ഞങ്ങൾ കുറച്ച് നേരമൊക്കെ ഇരുന്നു കേട്ടോ. കുറച്ച് നേരം ക്ഷീണമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇനി കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് വരവൊക്കെ വരുമ്പോൾ നീക്കാന്നൊക്കെ വിചാരിച്ചിട്ട് കേട്ടോ. അങ്ങനെ ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ ചില്ല് ചെയ്ത് നിൽക്കുക. അപ്പോഴാണ് ഒരു കുട്ടി വന്നിട്ട് സംസാരിച്ചത്, ചേച്ചി വീഡിയോ ഒക്കെ കാണാറുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നു. ആ കുട്ടിയോട് കുറേ നേരം കാര്യമൊക്കെ പറഞ്ഞിരുന്ന് ഞങ്ങൾ സെൽഫി ഒക്കെ എടുത്തിട്ട് അവർ പോയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വേലയ്ക്ക് പോയപ്പോൾ ഇത്ര ആൾക്കാരൊന്നും വന്ന് പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. 1-2 ആൾക്കാരൊക്കെ വന്ന് മിണ്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്രാവശ്യം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ വഴിയെ കാണിക്കാട്ടോ. അങ്ങനെ താളും ബഹളും തിരക്കൊക്കെ ഇങ്ങനെ കൂടി വരുന്നുണ്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ധാരാപേരെ നടക്കാമെന്ന് വിചാരിച്ചപ്പോൾ അടുത്തൊരു കുട്ടീനോട് കണ്ടിട്ടുണ്ടായിരുന്നു. വീഡിയോ കാണാറുണ്ടോ എന്ന് കാണണമെന്ന് ഇങ്ങനെ വിചാരിച്ചിരിക്കുകയായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായിട്ടോ. ഞാൻ ഒരുപാട് ഭഗവാനോട് നന്ദിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ സ്നേഹത്തോടു കൂടെ നമ്മളോട് വന്ന് സംസാരിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അത് ഭയങ്കരമായിരുന്നു കേട്ടോ. അങ്ങനെ ആ കുട്ടിയോടൊക്കെ സംസാരിച്ച് സെൽഫിയൊക്കെ എടുത്തിട്ട് നമ്മളിത് ചായ കുടിക്കാൻ വേണ്ടി കയറി കേട്ടോ. ചേച്ചി തിന്നാനായിട്ടാണോ വേലയ്ക്ക് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്രാവശ്യത്തെ വേല തിന്ന് മുടിച്ചു എന്ന് തന്നെ പറയാം. അത്രയും കാര്യങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. ചായയും പൊരിക്കടി ഒരു 5-5-6 മണിയൊക്കെ ആകുമ്പോഴേക്കും ഒരു ചായ കിട്ടിയിട്ടില്ലെങ്കിൽ എന്തൊക്കെയോ ഒരു വെപ്രാളാണ്. അപ്പോൾ ഒരു ചായ കൂടെ കുടിച്ചിട്ട് പിന്നെ ഞങ്ങൾ കട മൊത്തവും തെണ്ടി തിരിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് കണ്ടോ, ഈ മുടിയിലിടുന്നത് കുഞ്ഞു കുട്ടികൾക്ക് ഇടാൻ വേണ്ടി നല്ല രസമാണ്. 20 രൂപയൊക്കെ ഉള്ളൂ കേട്ടോ. അങ്ങനെ അത് നോക്കിയിരിക്കുമ്പോഴാണ് വേറെ പിള്ളേർ വന്നിട്ട് ഈ കുട്ടികളൊക്കെ അവിടെ ഉള്ളത് തന്നെയാണ് കേട്ടോ. എല്ലാവരും വന്നിട്ട് ചേച്ചി വീഡിയോസ് കാണാറുണ്ടായിരുന്നു, നല്ല ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചപ്പോൾ മക്കളെല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. നിങ്ങളെല്ലാവരും എന്നോട് വന്ന് സംസാരിച്ചല്ലോ, അതന്നെ വലിയ കാര്യം. ഇപ്രാവശ്യത്തെ വേല കാണാൻ പോയപ്പോൾ ഒരുപാട് സന്തോഷമുള്ള നിമിഷങ്ങളാണ് കേട്ടോ ഭഗവാൻ എനിക്ക് വേണ്ടിയിട്ട് തന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ആ ചുറ്റുവളൻ്റെ കയ്യിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ല, ഞാൻ അമ്പൂന് വാങ്ങി കൊടുത്താണ്. ഞാൻ ചെറുതിൽ ഒരുപാട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കമ്മലിൻ്റെ സെക്ഷനിലേക്ക് അവിടെ എത്തിയപ്പോഴേക്കും ഞങ്ങൾ ഇത് ചെക്കായി 2-3-4 സ്റ്റെഡുകളും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് വലിയൊരു കിളി, ഇത് നല്ല രസമുണ്ട്, ഇങ്ങനെ പീച്ചും വലിയ ഇതിങ്ങനെ ചാടി പോയിക്കൊണ്ട് നല്ല ചന്തണ്ടായിരുന്നു കേട്ടോ ഇത് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ വരവുകളുടെ ഒരു ആഘോഷ തിമിർപ്പ് എന്നൊക്കെ പറയില്ല, അതുപോലെയായിരുന്നു. ഓരോന്ന് പറയാൻ വേണ്ടിയിട്ട് എനിക്ക് കാര്യമായിട്ട് അറിയില്ല കേട്ടോ ഏത് വരവ് എന്താന്നൊക്കെ. പക്ഷേ എല്ലാതും ഒന്നിനൊന്നും ഭയങ്കര രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. വലിയ കാളകളൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ പ്രസാദൂട്ട് അന്നദാനം ഉണ്ടായിരുന്നു രാത്രിയിൽ, ഫുഡും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിന് വേണ്ടി ക്യൂ നിന്നു. ആ സമയത്ത് കറണ്ട്, പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു അടിയും ഉന്തും ബഹളും തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പൂരല്ലേ, സ്വാഭാവികം. പിന്നെ നമ്മളിതാ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അടിപൊളി ഫുഡായിരുന്നു. വയറ് നിറയെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഒരു ചേച്ചീനെയും കൂടെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇവരുടെ ഫാമിലി എല്ലാവരും നല്ലോണം സംസാരിച്ച് അങ്ങനെ അവരെ കൂടെ സെൽഫിയൊക്കെ എടുത്തു. പിന്നെ നമ്മൾ അമേലിയിൽ സജീനും പിള്ളേരൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അവളോട് സംസാരിച്ചിട്ട് പിന്നെ കുറേ നേരമൊക്കെ നടന്നപ്പോഴേക്കും ഞങ്ങൾ രണ്ടാമത് വിശന്നുണ്ടായിരുന്നു കേട്ടോ. ഇത് ഞങ്ങളില്ലേ വന്നപ്പോൾ നോട്ട് ചെയ്താണ് കഴിക്കണം എന്നുള്ളത്. പിന്നെ ഇതും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. 50 രൂപയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. 50-60 എനിക്കാണോടാ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. അതും കൂടെ കഴിച്ചിട്ട് ഒരു കൊത്ത് ചക്കയും വാങ്ങി അതും കൂടെ കഴിച്ചിട്ട് ഞങ്ങൾ പോരാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. പോരുമ്പോൾ ഗംഭീര ബ്ലോക്കായിരുന്നു. ആ ബ്ലോക്കും താണ്ടി നമ്മളിതാ വീട്ടിലേക്ക് പോരാണ്. ഇനി അടുത്ത വർഷത്തെ വേല മഹോത്സവം കൂടാനുള്ള പ്ലാനിങ്ങോട് കൂടിയിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുന്ന ആളെ കാണാം. ടാറ്റാ ബൈ, സീ യു.